അമേരിക്കയിലെ ഒറിഗൺ സംസ്ഥാനത്ത് ഏറ്റവും വലിയ വെള്ളച്ചാട്ടമായ മാട്നോവ വെള്ളച്ചാട്ടം സന്ദർശിച്ച മേരി തോമസിന്റെ അനുഭവ വിവരണം. ത്യാഗം തീർത്ത വെള്ളച്ചാട്ടം, മാട്നോവയുടെ കണ്ണുനീർ കഥ. ഒറിഗണിലെ ഏറ്റവും ഉയരം കൂടിയ, വർഷം മുഴുവൻ ഒഴുകുന്ന വെള്ളച്ചാട്ടമാണ് മാട്നോവ വെള്ളച്ചാട്ടം. ഇതിന് 620 അടി ഉയരമുണ്ട്. ഇത് 2 തട്ടുകളിലായാണ് വീഴുന്നത്. മുകളിലെ തട്ട് 542 അടിയും താഴെത്തട്ട് 69 അടിയുമാണ്. 2 തട്ടുകളുടെ നടുക്കായി ഒരു പാലം കെട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് നോക്കുമ്പോൾ വെള്ളച്ചാട്ടം കുറച്ചുകൂടി അടുത്തെത്തുന്നു. താഴെത്തട്ടിൽ നിന്നും 105 അടി മുകളിലായാണ് ഈ പാലം. സൈമൺ ബെൻസൺ എന്ന വ്യവസായിയാണ് ഈ പാലം പണിതത്. ബെൻസൺ ബ്രിഡ്ജ് എന്നാണ് ഈ പാലത്തിന്റെ പേര്. ഞങ്ങൾ മുകളിലേക്കുള്ള പാതയിലൂടെ ബെൻസൺ ബ്രിഡ്ജിലെത്തി. കുത്തനെയുള്ള കയറ്റമായതിനാൽ ചെറിയ ക്ഷീണം തോന്നിയെങ്കിലും പാലത്തിലെത്തിയപ്പോൾ അതെല്ലാം മറന്നു. അവിടെ നിന്ന് നോക്കുമ്പോൾ 542 അടി ഉയരത്തിൽ നിന്ന് പതിക്കുന്ന മുകളിലെ വെള്ളച്ചാട്ടം മുഴുവനായും കാണാം. താഴോട്ട് നോക്കിയാൽ 69 അടി ഉയരമുള്ള താഴത്തെ ദൃശ്യമാണ്. ലാർജ് മൗണ്ടനിലെ ഭൂഗർഭ അരുവികളിലെ വെള്ളം, മഞ്ഞുരുകുന്ന വെള്ളം, മഴവെള്ളം ഇവയെല്ലാം ഈ വെള്ളച്ചാട്ടത്തെ വർഷം മുഴുവനും സമൃദ്ധമാക്കുന്നു. പ്രാദേശിക ഐതിഹ്യമനുസരിച്ച് മാട്നോവ ഗോത്രത്തിൽ പ്ലേഗ് പടർന്നപ്പോൾ ഗോത്രമൂപ്പന്റെ മകൾ തന്റെ ജനതയെ രക്ഷിക്കാനായി മലമുകളിൽ നിന്ന് ചാടി ജീവൻ ത്യജിച്ചു. അവളുടെ ത്യാഗത്തെ ആദരിച്ച് ദൈവം ഈ വെള്ളച്ചാട്ടം സൃഷ്ടിച്ചുവെന്നാണ് വിശ്വാസം. അതിനാലാണത്രേ ഈ വെള്ളച്ചാട്ടത്തിന് മാട്നോവ എന്ന പേര് വന്നത്. സൂര്യപ്രകാശം അടിച്ചപ്പോൾ പശ്ചാത്തലത്തിൽ സ്വർണ്ണ നിറമായി കാണപ്പെട്ടു. ശീതകാലത്ത് വെള്ളച്ചാട്ടത്തിന്റെ ചില ഭാഗങ്ങൾ ഐസായി മാറി ഐസ് കോൺ പോലെ തോന്നാറുണ്ടെന്ന് ഇവിടെയുള്ളവർ പറയുന്നു. ഞങ്ങൾ മുകളിലെ വെള്ളച്ചാട്ടത്തിന്റെ താഴേക്കിറങ്ങാൻ ഒരു ശ്രമം നടത്തിയെങ്കിലും 3/4 ഭാഗം വരെ പോയി അവിടെ നിന്ന് ഫോട്ടോ എടുത്തു പോരുകയാണ് ഉണ്ടായത്. വെള്ളച്ചാട്ടം കാണുമ്പോൾ വെള്ള വസ്ത്രമെടുത്ത രാജകുമാരിയെ പോലെയായിരുന്നു. എന്തായാലും ഒരു ത്രില്ല് തന്നെയായിരുന്നു അവിടുത്തെ സന്ദർശനം.